ഹലോ ഹായ് നമസ്കാരം. ഒരു ചെറിയ അറിയിപ്പ് തന്നിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, നമ്മൾ സ്പോട്ടിഫൈയിൽ ഇപ്പോൾ ആക്റ്റീവാണ്. സ്പോട്ടിഫൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് അവിടെ നമ്മളിതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസ് ഉണ്ട്. നമ്മുടെ പല ചാനൽസിലായിട്ട് കിടക്കുന്ന ബുക്ക് റിവ്യൂസ് അടക്കമുള്ള പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്പോട്ടിഫൈയിൽ കൃത്യമായി അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ സ്പോട്ടിഫൈ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഈ വീഡിയോയിൽ ഈ സിനിമയെ സംബന്ധിക്കുന്ന ചില സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള ചില്ലറ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്പോയിലർ ഒന്നും ഇല്ലാതെ എനിക്ക് സിനിമ കണ്ടേ പറ്റൂ എന്നൊരു ആവേശമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് വരുന്നതാണ് നല്ലത്. ഇതിനകത്ത് കുറച്ച് സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹലോ ഹായ് നമസ്കാരം. ദി കേരള സ്റ്റോറി 2 തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചല്ല. കുറച്ച് പ്രതിഷേധക്കാരൊക്കെ ചെന്ന് പല തിയേറ്റർ ഷോസും റദ്ദാക്കുന്നുണ്ടെന്ന് കേട്ടു. കാണാൻ ആളില്ലാത്തത് കൊണ്ട് ഷോ നടക്കില്ല എന്ന് കേട്ടു. പക്ഷേ ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ പ്രതിഷേധിക്കുന്നുണ്ടോ, കേരളത്തിൽ കോടികൾ കളക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചൊരു വലിയ വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, മുസ്ലിം വിരോധം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അതൊന്നുകൂടി ഒന്ന് ടോപ്പ് ലെയറിലേക്ക് കൊണ്ടുവരിക, ഹിന്ദു ഉണരേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക, അതുപോലെ കേരളത്തോടുള്ളൊരു വിരോധം. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അവർ കേരള സ്റ്റോറി എന്ന് പറയുന്ന ടൈറ്റിലിനെ കാണുന്നത്. ഈ സിനിമ നമ്മൾ എടുത്തു നോക്കിയാലും കേരളത്തിന് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയുണ്ട്, ശാലിനി ഉണ്ണികൃഷ്ണനല്ല, അതിൽ നിന്ന് കുറച്ച് വിഭിന്നമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തായാലും ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ഇതിന് കേരളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ കേരളത്തിനെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു ടൂൾ മാത്രമാണ് അവർക്കിത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഷോ തടഞ്ഞു എന്നുള്ളതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ അതേസമയം ഷോസ് നടക്കുന്നില്ല എന്നാണെങ്കിൽ എല്ലാ ന്യൂസ് മീഡിയാസും ഇത് കവർ ചെയ്യും. അവരുടെയൊക്കെ പ്രൈം ടൈം ന്യൂസിൽ വരെ കേരള സ്റ്റോറി നടന്നിട്ടില്ല എന്ന് പറയുന്ന വാർത്ത വരികയും കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തുകയും ചെയ്യും. ദയവ് ചെയ്ത് അങ്ങനെ ആക്രമിക്കുന്നതിന് പകരം നമുക്ക് ക്രിയേറ്റീവായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് ഏരീസ് പ്ലക്സിൽ സിനിമ കാണുമ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചിലവഴിച്ചിട്ടുള്ള തുക എത്രത്തോളമാണ് വികസന പ്രവർത്തനങ്ങൾക്കെന്ന് പറഞ്ഞിട്ട്. അതുപോലെ കേരള ടൂറിസത്തിൻ്റെ ഒരു ആഡ് ഇന്ത്യ മുഴുവൻ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിനാകെ മൊത്തത്തിൽ സിനിമ കാണണം എന്നല്ല ഞാൻ പറയുന്നത്, സിനിമ കാണാതിരിക്കുന്നത് നമ്മുടെ പ്രതിഷേധവുമാണ്. പക്ഷേ പ്രദർശനം തടയുക എന്ന് പറയുന്നത് സിനിമയുടെ പ്രൊമോഷനായിട്ടേ വരുള്ളൂ. സോ ഇനി നമുക്ക് കാമാഖ്യ നാരായൺ സിംഗ് സംവിധാനം ചെയ്തിട്ടുള്ള വിപുൽ അമൃത്ലാൽ ഷായും അമർനാഥ് ജായും ചേർന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള ഉൽഖ ഗുപ്ത, ഐശ്വര്യ ഓജ, അദിതി ഭാട്ടിയ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദി കേരള സ്റ്റോറി 2 എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടിട്ട് ഒറ്റ മലയാളിയുടെ പേര് സിനിമയ്ക്ക് അകത്തുമില്ല, സിനിമയുടെ പുറത്തുമില്ല എന്ന് പറയുന്നത് ഇച്ചിരി ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കേരള സ്റ്റോറി 1 കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടി ഒരു നായർ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ടവലും ചുറ്റി നേരെ അടുക്കളയിൽ പോയി ദോശയും ചമ്മന്തിയും കഴിക്കുകയാണ്. സിനിമ തീരുന്നത് വരെ ആ കുട്ടിയുടെ വീട് എപ്പോൾ കാണിക്കുന്നു അപ്പോഴൊക്കെ ദോശയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വീട്ടിലെ പെൺകുട്ടി ഒരു മുസ്ലിം യുവാവുമായി അടുപ്പത്തിലാവുന്നു. ലിവ് ഇൻ റിലേഷന് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതേസമയം ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് മെഡൽ നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു പെൺകുട്ടി, അവളും ഒരു മുസ്ലിമിൻ്റെ വലയിൽ. പക്ഷേ അവൻ ഹിന്ദു ആണെന്ന് ആദ്യം പറഞ്ഞു പറ്റിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. മറ്റൊരു പെൺകുട്ടി റീൽസ് ചെയ്യാൻ വീട്ടിൽ അനുവാദം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട്, അനുവാദം കൊടുത്തപ്പോഴും നന്നായി ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, ഗ്ലാമറസ് ആയി ഡ്രസ്സ് ചെയ്ത് നിനക്ക് റീൽസ് ചെയ്ത് ഇന്ത്യയിലെ ടോപ്പ് സ്റ്റാർ ആവണമെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കൂ, മുസ്ലിം ആവൂ എന്ന് പറയുന്നത് കേട്ട് മുസ്ലിം ആവാൻ പോകുന്ന മറ്റൊരു പെൺകുട്ടി. ഈ 3 പെൺകുട്ടികളും ഈ മതം മാറ്റൽ ലോബിയുടെ പിടിയിൽപ്പെട്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ആ യാത്രകളും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ സിനിമ അവതരിപ്പിക്കുന്നത്. അതിൽ മലയാളം പറയുന്ന രംഗങ്ങൾ വളരെ നന്നായിട്ട് തോന്നി. കാരണം മലയാളം അവർ പറയിച്ചിട്ടില്ല. പിന്നെ മോളെ, അച്ഛ, അമ്മേ, ദോശ, ചമ്മന്തി തുടങ്ങിയിട്ടുള്ള വാക്കുകൾ മാത്രമേ അവർ മലയാളത്തിൽ പറയുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഹിന്ദിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ആപ്ക തലേമേം കോയി പ്രോബ്ലം ഹേ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ മലയാളത്തിനെ ബലാത്കാരമായി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഈ പെൺകുട്ടി അവൾ മതവിശ്വാസിയല്ല, ഹിന്ദു മതത്തിന് വേണ്ടി ഹിന്ദു ധർമ്മ കേലിയെ പോരാടുന്ന വനിത നഹി ഹേ. അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഈ കൺവേർഷൻ ട്രാപ്പിൽ ചെന്ന് പെടുന്നത് എന്ന് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. ഈ പാർട്ടിലും അത് തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അവർ ട്രെയിലറിൽ തന്നെ പറഞ്ഞതുപോലെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റും, അതിനുവേണ്ടി ഹിന്ദു പെൺകുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്കുണ്ടാകുന്ന മക്കളെ വെച്ചുകൊണ്ട് നമ്മൾ ഇതൊരു ഇസ്ലാം രാജ്യമാക്കും എന്ന് പറയുന്ന സ്വപ്നം പങ്കുവെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ്റെ മാപ്പ്, ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് വെച്ചിട്ട് അത് മുഴുവൻ പച്ച കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഇന്ത്യ മാത്രം അങ്ങ് മുസ്ലിം രാജ്യമായാൽ മതിയോ? അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് രാജ്യങ്ങളും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടേ മാപ്പ് കുറച്ച് വലുതായിട്ട് അല്ലെങ്കിൽ ഏഷ്യ ഭൂപടം മുഴുവനായിട്ട് അവർക്ക് വരയ്ക്കാമായിരുന്നു.
പക്ഷേ അവരുടെ വിഷൻ വളരെ ചെറുതായിപ്പോയി. അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടായിരുന്നു, അവിടെയും പച്ച പെയിൻ്റ് അടിച്ച് കാണിക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ മാപ്പ് മാത്രം പച്ചക്കളർ അടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് ഹിന്ദു പെൺകുട്ടികളെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുള്ളൂ. പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി സത്യസന്ധമായിട്ടുള്ളൊരു ഇടമാണെന്നും അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ ഉൾക്കൊള്ളണം എന്നൊക്കെ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമം നിങ്ങളെ സഹായിക്കില്ല, പോലീസുകാർ നിങ്ങളെ സഹായിക്കില്ല, ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ മുസ്ലിങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കില്ലേ, അതുപോലെ ഹിന്ദുക്കൾ മുഴുവൻ ഒരുമിച്ച് നിന്നിട്ട് വേണം നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷണ കവചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ആശയവും സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് ഇതിൽ വില്ലന്മാരായിട്ടുള്ള ഈ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ലോബിയിൽപ്പെട്ട ആളുകളെയൊക്കെ റോട്ടിലിട്ട് തല്ലുന്നു, പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു, അവരുടെ ബിൽഡിംഗ് ഒക്കെ JCB കൊണ്ടുവന്ന് പൊളിക്കുന്നു. അങ്ങനെയുള്ള മനോഹര ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് സിനിമ പ്രതീക്ഷ നിർഭർ ആയിട്ടുള്ള ഒരു ഭാരതത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, മുസ്ലിങ്ങളെ മുഴുവൻ മോശക്കാരാക്കിയിട്ടില്ല. ഈ ഭാരത രാജ്യത്തിൽ നല്ല ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇമോഷണൽ ടോക്ക് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബീഫ് കഴിപ്പിച്ച സീൻ. ബീഫ് തുപ്പുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ ബീഫ് ഛർദ്ദിക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അവരും അങ്ങനെ തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ബീഫൊന്ന് തുപ്പുന്ന കാണിച്ചപ്പോഴേക്കും നിങ്ങൾ ഇത്രയും ട്രോൾ ഇറക്കിയില്ലേ, നിങ്ങൾ സിനിമ കണ്ട അപ്പം മനസ്സിലാവുമെന്ന് പറയുന്ന പോലെ ആ ബീഫ് കഴിപ്പിച്ചത് ഒരു മലയാളി പെൺകുട്ടിയാണ്. കേരളത്തിൽ വെച്ച് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചതിന് ശേഷം അവൾ ആ ബീഫ് അത് വയറ്റിലായി പോയല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് വയറ്റത്ത് അടിച്ചടിച്ചടിച്ചടിച്ച് ഛർദ്ദിച്ച് തൊണ്ടയിൽ വിരലിട്ട് ആ ബീഫിനെ പുറന്തള്ളുന്ന സീനും സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി ഒരു മുസ്ലിം വിരോധം കുത്തി നിറയ്ക്കുന്ന ഇപ്രാവശ്യം മുസ്ലിം യുവാക്കൾ, അതായത് ഈ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പുരുഷന്മാരെ മാത്രമല്ല വില്ലന്മാരാക്കി കാണിച്ചിട്ടുള്ളത്, സ്ത്രീകളും അവർ നല്ല അടി അർഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വളരെ എവിഡൻ്റായി സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിം വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലണം, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് അവർ മാക്സിമം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ സിനിമയെ വിലയിരുത്തുന്നത്. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററുകളിലേക്ക് ഫാമിലി ആയിട്ട്, അതും ഈവൻ കുട്ടികളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. UA 16+ ആണ് സിനിമയുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പേരൻ്റൽ ഗൈഡൻസ് വേണം എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനാണ്. പക്ഷേ കൊച്ചു കുട്ടികൾ, ഈവൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവാത്ത പ്രായത്തിലുള്ള കുട്ടികളെയാണ് വളരെ മൃഗീയമായിട്ടുള്ള റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുള്ളത്. ദയവേത് നിങ്ങൾ കുട്ടികളെ ഈ സിനിമയ്ക്ക് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ പൊളിറ്റിക്സാണ്. പക്ഷേ കുട്ടികളെ ദയവേത് തിയേറ്ററിലേക്ക് കൊണ്ടുപോകരുത്. അത്രയും മോശം കാഴ്ചകളാണ്. നമുക്ക് മക്കളെ ഇത് ശരിയല്ല എന്ന് പോലും അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, വെറുതെ അവർ പേടിക്കും. ആജീവനാന്ത് അവരുടെ ഉള്ളിൽ ഒരു ട്രോമ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളും ശബ്ദവും ഒക്കെ സിനിമ ണ്ട്. സോ കുട്ടികളെ ഈ പടത്തിന് കൊണ്ടുപോകരുത് എന്ന് പറയുന്നൊരു റിക്വസ്റ്റ് കൂടി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് സിനിമയെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വേറിട്ടതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടാവും. തീർച്ചയായും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും. പക്ഷേ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പറ്റുമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും, വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു, ബൈ.